നമസ്കാരം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പു ഇത്രയും ചേർത്തിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇതാ ഒരു വലിയ സവോള ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, അതങ്ങ് ചേർത്ത് കൊടുത്തു. ഒന്നങ്ങ് മിക്സ് ചെയ്യുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാണ്. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോഴേ ചിക്കൻ പെരട്ടിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതാ ഒരു 4 പച്ചമുളക് അതങ്ങ് ചേർത്ത് കൊടുത്തു. ഒന്നങ്ങ് മിക്സ് ചെയ്തു. ഇനി ഇത് ഒരു 4-5 പച്ചമുളക്, ഒരു 3 തണ്ട് മല്ലിയില, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്താണ്. ചതച്ചല്ല, ചെറിയ രീതിയിൽ ഒന്ന് അരഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് പോയി വരണം, അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നല്ലതുപോലെ ഫ്രൈ ആയി വരണം കേട്ടോ ഇത്. ഇനി ഇതൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് ഇതൊരു 400 ഗ്രാം ചിക്കനാണ്, ഇതങ്ങ് ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് വീണ്ടും അങ്ങ് മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നങ്ങ് അടച്ചു വെച്ചു. ഒരു 5 മിനിറ്റ് നേരം ഇരുന്ന് അതിനുശേഷം തുറന്നിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്യാണ്. ഇനി കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തു. കറിവേപ്പില ഈ കറിക്ക് നന്നായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് സമയം കൂടി അടച്ചു വെക്കുകയാണ്. നമ്മൾ വീണ്ടും തുറന്നിട്ട് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ പാല്, ഇത് 1 കപ്പ് പാലുണ്ട്. ഇത് 1-ാം പാലോ 2-ാം പാലോ അങ്ങനെയില്ല, ഒരു 2 കപ്പ് തേങ്ങ എടുത്തിട്ട് ഞാൻ അതിൽ നിന്ന് പാല് പിഴിഞ്ഞെടുത്താണ് കേട്ടോ ഇത്. അപ്പോൾ ശകലം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇത് പിഴിഞ്ഞെടുത്തത്. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് വെച്ചിട്ട് വീണ്ടും തുറന്ന് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.